എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 317-ാമത്തെയാണ്. ബുക്ക് റിവ്യൂവിൽ സംബന്ധിച്ചവരെ 22-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 11-ാമത്തെ ചാപ്റ്ററും 12-ാമത്തെ ചാപ്റ്ററും കമ്പൈൻ ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുന്നേ എനിക്കൊരു ചെറിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ മാസം ജനുവരി 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു ഫ്രീ വെബിനാർ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, ആരൊക്കെ കൗൺസിലിംഗ് ചെയ്യാം, ആർക്കൊക്കെ കൗൺസിലർ അടുത്ത് പോകാം, അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇത്. ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ തരുന്നത്. എന്ന് വെച്ചാൽ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതേ മാസം 26-ാം തീയതി ജനുവരി 26 തിങ്കളാഴ്ച, അന്ന് നാഷണൽ ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കാണുമെന്നുള്ള ഒരു വിചാരത്തിലാണ് വേറൊരു ഫ്രീ വെബിനാർ. അത് റേക്കിയെക്കുറിച്ചാണ്. അപ്പോൾ റേക്കി എന്ന് വെച്ചാൽ എന്തുവാ, റേക്കിയുടെ ലെവൽസൊക്കെ എന്തുവാ, എന്തൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്, ഓൺലൈനിലേക്ക് എപ്പോഴൊക്കെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്, അതിൻ്റെ തയ്യാറെടുപ്പ് എന്ത് ചെയ്യണം നിങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ഫ്രീ വെബിനാർ ഓൺ റേക്കി. അത് വന്ന് 11 മണിക്ക് 26-ാം ദിവസം ജനുവരി 26-ന് തിങ്കളാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ കുറിച്ചിടുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നേരത്തെ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പം ഇതിന് വേണ്ടി കൈലാഷിന് വേണ്ടി തന്നെ ഒരു വാട്സപ്പ് നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലാണ് എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത്, എന്നെ വിളിക്കരുത്, വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുക. ടെക്സ്റ്റിനെക്കാട്ടിലും എളുപ്പം എനിക്ക് വോയിസ് മെസ്സേജാണ്. മലയാളത്തിലുള്ളതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടിലും വോയിസ് മെസ്സേജ് ഇട്ടാൽ ഞാൻ എപ്പം എനിക്ക് സമയം കിട്ടുന്നോ അപ്പം കേട്ടിട്ട് ഉടൻ തന്നെ എനിക്ക് ബദൽ പറയാൻ ഒക്കും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് അലേർട്ടായിട്ടിരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഓക്കെ, ശരി. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോയിലെ ചാപ്റ്റർ 11 എന്ന് പറയുന്നത്, അതിൻ്റെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 10-ാമത്തെ ചാപ്റ്ററിൽ ഹീലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഹീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, ഇപ്പോൾ ഇനി വരുന്ന കാലത്ത് എല്ലാ മെത്തേഡും ചേർന്നുള്ള ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ടെക്നിക്കായിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ ഫലപ്രദമാകുന്നത് എന്നാണ് ഡോക്ടർ വെയ്സ് പറയുന്നത്. ഓക്കെ, ഇത് ഡോക്ടർ വെയ്സിൻ്റെ അഭിപ്രായം മാത്രമല്ല, ഒരുപാട് പേര് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റേക്കി വേണം, കൗൺസിലിംഗ് വേണം, ഹിപ്നോതെറപ്പി വേണം, അല്ലാതെ ചില ഫ്ലവർ റെമഡീസ് കൊടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇനിയുള്ള കാലത്ത് മുൻകൈ എടുക്കാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസായിട്ട് ഇട്ട് നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. ഇപ്പം റേക്കിയെക്കുറിച്ച് തന്നെ ഞാൻ 12 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫ്ലവർ റെമഡീസിനെ കുറിച്ച് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ റെഗുലറായിട്ട് കേട്ടുകൊണ്ട് വരുന്നവർക്ക് നല്ല ഒരു ഗ്രാഹ്യം കിട്ടും. എന്തൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ കൗൺസിലിംഗ്. ഇപ്പോൾ കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് കഴിയാതെ എനിക്ക് ഇടയിൽ അങ്ങനെ ഒരു വീഡിയോ ചേർക്കുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ ഇനി ഒരു 2-3 വീഡിയോസും കഴിഞ്ഞാൽ ഈ ബുക്ക് കഴിയും. അതിന് പിന്നെ കൗൺസിലിങ്ങിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടാം. അപ്പം ഇതെല്ലാം നമ്മളുടെ കൈലാഷ് ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അത് കേൾക്കുക, അതിൻ്റെ പ്രയോജനം എടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അവരും കാണട്ടെ, ഇത് എല്ലാവർക്കും ബെനിഫിറ്റ് ആവട്ടെ എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആസ് യൂഷ്വൽ ചാപ്റ്റർ 11 ടീച്ചേഴ്സ്. അപ്പം ഫസ്റ്റ് 2 പാരഗ്രാഫ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രിൻറ്റിലാണ് ഡോക്ടർ തരുന്നത്. എന്നുവെച്ചാൽ അതാണ് ഈ ഫുൾ ചാപ്റ്ററിൻ്റെ രത്നച്ചുരുക്കം. ഓക്കെ, ജിസ്റ്റ് ഓഫ് ദ ലെസൺ
ജിസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയാം, അതിൻ്റെ രത്നച്ചുരുക്കം. അതിലെന്തോ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി, എൻ്റെ വൈബ്രേഷൻ, എൻ്റെ എനർജി ലെവല് ഒരു രീതിയിലായിരിക്കും. അപ്പം ഞാൻ അട്രാക്റ്റ് ആവുന്നത് എൻ്റെ കൂട്ടുള്ള എനർജി ലെവൽ, എൻ്റെ കൂട്ടുള്ള ചിന്താഗതി ഉള്ളവരെ ആയിരിക്കും ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ നേച്ചർ. ഓക്കെ, നാച്ചുറലായിട്ട് വരുന്ന ഒരു ടെൻഡൻസിയാണ്. നമുക്ക് നമ്മളുടെ കെമിസ്ട്രിയിൽ ഒത്തുവരുന്നോ, അതായത് ഒരേ ചിന്താഗതി ഉണ്ടോ, അവരുടെ അടുത്തായിരിക്കും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ എളുപ്പം. നമ്മളുടെ മനസ്സും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ പറയുന്നത് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഫ്രീക്വൻസിയെക്കാട്ടിലും താന്നിരിക്കുന്നവരടുത്തും നിങ്ങൾ പോകണം, സംസാരിക്കണം, അവർക്കുള്ള അഡ്വൈസ് കൊടുക്കണം, അവർക്കുള്ള കൗൺസിലിംഗ് ചെയ്യണം, അവർക്ക് കുറച്ച് ഹീലിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹീൽ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് ഡോക്ടർ ഇതിൽ പറയുന്നത്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ പാരഗ്രാഫ് അതിനേക്കാട്ടിലും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്തുവാന്ന് വെച്ചാൽ, അവർ പാത്ത് ഈസ് എൻ ഇൻവേർഡ് വൺ. അവർ പാത്ത്, അതായത് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വഴി, പാത എന്ന് പറയുന്നത് ഉള്ളിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇൻവേർഡ് ജേണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലേ ഞാൻ ഇന്നലെയും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതായത് ലൈഫ് പർപ്പസ് എന്തുവാ, സോൾ പർപ്പസ് എന്തുവാ, ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടിനെയും മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മളുടെ ജീവിതത്തിന് നല്ലത്. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ മോർ ഡിഫിക്കൽട്ട് പാത്ത്. ഏത്? വെളിയിൽ നടക്കുന്നത്, വെളിയിലുള്ള ജീവിതത്തിലോട് അങ്ങ് ഒന്നിച്ച് ചേരുന്നത്, അത് എല്ലാവർക്കും അറിയാം. പഠിക്കണം, ജോലി വാങ്ങിക്കണം, കല്യാണം കഴിക്കണം, കുട്ടികളെ പറഞ്ഞണം, വീട് സെറ്റപ്പ് ചെയ്യണം, ഒരു ഫാമിലി വേണം, ഒരു വീട് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം. ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള കോമൺ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അതിന് പുറമേ ഈ ഇൻവേർഡ് ജേണിയിലും നമ്മൾ കുറച്ച് മനസ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ മോർ ഡിഫിക്കൽട്ട് പാത്ത്, ദ മോർ പെയിൻഫുൾ ജേണി. അപ്പം ഈ ഇൻവേർഡ് പാത്ത് എന്ന് പറയുമ്പം ഉള്ളിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് നമ്മളെ സ്പിരിച്വലായിട്ട് ഹയർ ലെവലിലോട്ട് നമ്മളെ കൊണ്ടു ചെല്ലുന്നത്. അപ്പം ഇറ്റ് ഈസ് എ പെയിൻഫുൾ ജേണി. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പ്രയാസം എന്നുണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ, അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. വേറെ ഒന്നും വേണ്ട. ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബ് വീഡിയോയിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് വായിച്ചോ മെഡിറ്റേഷൻ ചെയ്താൽ എങ്ങും കിട്ടാത്ത ഒരു മനസ്സമാധാനം നമുക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നാളെ തൊട്ട് ഞാൻ രാവിലെ 4 മണിക്ക് എണ്ണിച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നു, ആഗ്രഹമുണ്ട്, പ്ലാൻ ചെയ്യുന്നു, അതെല്ലാം റെഡിയാക്കുന്നു. നാളെ എണ്ണിക്കും, മറ്റന്നാൾ 4:30 എണ്ണിക്കും, മൂന്നാമത്തെ ദിവസം 2 ദിവസം ചെയ്തു. ഓഫീസിൽ എനിക്ക് കണ്ണ് ഉറക്കാൻ വയ്യ, ഇരിക്കാനേ വയ്യ, കണ്ണൊക്കെ നീറുന്നു, ഉറക്കം പറ്റുന്നില്ല, 7 മണി വരെ കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഇതിനെ പെയിൻഫുൾ ജേണി എന്ന് പറയുന്നത്. പെയിൻഫുൾ ജേണി എന്ന് വെച്ചാൽ കഷ്ടപ്പാടുള്ള ഒരു യാത്രയാണ് ഈ ആത്മീയതയിലോട് കൂടി പോകുന്ന ഒരു യാത്ര. ആ പാത അത്ര ബെഡ് ഓഫ് റോസസ് എന്ന് പറയത്തില്ല, അതുപോലെ ഉള്ള ഒരു ഇതല്ല. ഒരുപാട് കല്ലും മുള്ളും ഉള്ള പാതയാണ് അത്. അപ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് പെയിൻഫുൾ ജേണിയാണ്, മോർ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, പക്ഷേ വി ബെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ഓൺ ലേണിംഗ്. നമ്മളുടെ ഉത്തരവാദിത്വം എന്തുവാണോ, നമ്മൾ സ്വയം പഠിക്കണം, ഈ സാധനങ്ങളൊക്കെ ചെയ്യണം, മുന്നോട്ട് പോകണം. അതിൻ്റെ ഉത്തരവാദിത്വം ഓരോ വ്യക്തിയും
തന്നെത്താനെ സ്വയം ഏറ്റെടുക്കണം. അല്ലാതെ എനിക്ക് മുക്തി കിട്ടണം, എനിക്ക് മുക്തി കിട്ടാൻ ഭയങ്കര വലിയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുക്തി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കുമോ? ആരെങ്കിലും വന്ന് കയ്യിൽ മുക്തി തരുമോ? ഇല്ല. അതിന് നമ്മൾ വേണം പ്രയത്നിക്കാൻ, നമ്മൾ വേണം പാടുപെടാൻ. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഇത് എന്തിനാ ഈ ചാപ്റ്ററിൻ്റെ അടിയിൽ തരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ, ഉദ്ദേശം തന്നെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെക്കുറിച്ചുള്ള ചാപ്റ്ററാണ് ഇത്. അതായത് ടീച്ചേഴ്സ്. ആരൊക്കെയാണ് നിങ്ങളുടെ ഗുരുക്കന്മാർ? അപ്പം ഇക്കാലത്ത് ഒരുപാട് പോലീസ് സ്വാമിയാറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു തലയും അഴിച്ച് ഒരു കാവ്യ ഉടുപ്പ് ഇട്ട് കയ്യിലൊരു ഓടും ഏന്തിക്കൊണ്ട് നടന്ന ഞാൻ സ്വാമിയാരാണ്, ഞാനൊരു ഗുരുവാണ്, എനിക്കത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഒന്ന് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് ABC അറിയാൻ വയ്യാത്ത ആൾക്കാർ പോലും ഇങ്ങനെ കുറേ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വേറെ ഒന്നും വേണ്ട. തിരുവണ്ണാമലയിൽ പോയാൽ മതി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഗിരിവല പാതയുണ്ടല്ലോ, 14 കിലോമീറ്ററിന് ആ മലയെ ചുറ്റി നടക്കുന്ന ആ ഗിരിവല പാതയിൽ നിങ്ങൾ വെറുതെ ഒന്ന് നടന്നാൽ മതി. കുറഞ്ഞത് ഒരു 5000 ഇതുപോലത്തെ കള്ളസ്വാമിയാറുകളെ കാണാം. അപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അങ്ങനെ ഏതൊരു കാര്യത്തിലും ഒരു അടിച്ചുറച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തരത്തേയില്ല. ഒരുപാട് ജെനുവിനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് സാധനകൾ ചെയ്യാനും മുക്തി നേടാനും വീട്ടിനെ ഉപേക്ഷിച്ച് വന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ വിരൽ വിട്ട് എണ്ണാനുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു സുളിവിലുള്ള ഒരു ജീവിതം, വീട്ടിൽ ഇരുന്ന് കാശുണ്ടാക്കണം, ഭാര്യയെയും പിള്ളേരെയും പോറ്റണം. ഇതാകുമ്പം 3 നേരവും നമുക്ക് നമ്മുടെ ഒരു കയ്യിൽ ഒരു ഓടും ഏന്തിക്കൊണ്ടിരുന്നാൽ മതി. ഫുഡ് തന്നെത്താനെ വന്ന് വീഴും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇക്കാലത്ത് ആൾക്കാർ അന്നദാനത്തിന് വേണ്ടി അങ്ങ് പുറപ്പെട്ടിരിക്കുക. അപ്പം തിരുവണ്ണാമലയിൽ പോയാൽ മതി. ചൂടായിട്ട് ഇത്രയും വലിയ പാത്രങ്ങളിലാണ് സാമ്പാർ സാദം, തൈര് സാദം, ഇഡ്ഡലി, വട, സാമ്പാർ എന്ന് വേണ്ട ഇഷ്ടം പോലെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ മാത്രമല്ല ഉള്ള അഭിപ്രായമല്ല, ഡോക്ടർ വെയ്സ് എഴുതിയിരിക്കുന്ന കൊണ്ട് അതിൻ്റെ കൂടെ ഞാനും കൂടെ ചേർന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. കാണുന്ന സ്വാമിമാരെയെല്ലാം ഗുരുവായിട്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഞാൻ 316 വീഡിയോസ് ഇട്ടു. ഇത് 317ാമത്തെ വീഡിയോ. ഇതെല്ലാം എൻ്റെ പ്രേക്ഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ വിചാരിച്ച്, അവർക്ക് ആത്മീയതയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർ ആത്മീയതയിൽ മുന്നോട്ട് പോകണം, അവർക്ക് ഈ ജന്മത്തേക്ക് എങ്ങനെയെങ്കിലും മുക്തി കിട്ടണം. അപ്പം ഏതേത് രീതിയിൽ ഞാൻ എങ്ങനെ ശ്രമിക്കുന്നോ അതുപോലെ എൻ്റെ ആൾക്കാരെയും ഞാൻ കൊണ്ടുപോകണമെന്നുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നും പറയത്തില്ല ഞാനാണ് നിങ്ങളുടെ ഗുരു. ചിലർ എന്നെ ഗുരുജി എന്ന് വിളിച്ചാലേ എനിക്ക് വല്ലാതിരിക്കും. ഞാൻ അത്രയ്ക്കൊന്നും വലിയ ആളല്ല. ഞാൻ നിങ്ങളുടെ കൂട്ട് ശ്രമിക്കുന്നു. വരൂ, നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ശ്രമിക്കാം. അതുമാത്രമല്ല, ഞാൻ കുറച്ച് കൂടുതൽ ഇതിനു വേണ്ടി പൈസ ചിലവ് ചെയ്തു, പല സ്ഥലത്ത് പോയി പഠിച്ചു, പല ഗുരുക്കന്മാരുടെ അടിയിൽ ഇരുന്ന് പഠിച്ചു, കുറേ പുസ്തകങ്ങൾ വായിച്ചു, കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു. അതുകൊണ്ട് നിങ്ങളെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ലെവല് കുറച്ച് കൂടുതൽ എനിക്ക് അറിവ് കാണുമായിരിക്കാം. അതിനെയാണ് ഞാൻ വരൂ, ഞാൻ നിങ്ങളുടെ കൂടെ പങ്കിടാം, എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു തരാം എന്ന് പറയുന്നത്. അത് എനിക്ക് മനസ്സിലുള്ള ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതേ സമയത്ത് എല്ലാവരും എന്നെ ഗുരുവായിട്ട് വിചാരിക്കണം, എൻ്റെ കാലിൽ വീണ് നമസ്കരിക്കണം, അല്ലെങ്കിൽ പൂവും പഴവും കൊണ്ടുവന്ന് എന്നെ ആരാധിക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയത്തേയില്ല. എന്നുവെച്ചാൽ എനിക്കത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. എന്നെ നിങ്ങൾ വത്സമ്മയെന്ന് വിളിക്കൂ, ടീച്ചറമ്മയെന്ന് വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ട് കാണുക, അമ്മൂമ്മയായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണുക, അതൊക്കെ മതി. അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു വിഷയം ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഹൂ ഈസ് യുവർ ഗുരു?
എന്നാണ് ഇവിടെ ഡോക്ടർ പറയാൻ വരുന്നത്. അപ്പം ഗുരു എന്ന് പറയുമ്പം ഒരുപാട് കള്ളസ്വാമിയാരുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഗുരുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയെങ്കിലും നമുക്ക് ആദ്യം വേണം. അതായത് ചിലർ പറയുന്നുണ്ട് 3 ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 3-ാം കണ്ണ് ആക്ടിവേറ്റ് ചെയ്ത് തരാം, വരൂ. അല്ലെങ്കിൽ 10 ദിവസത്തിൽ നിങ്ങളുടെ കുണ്ടലിനിയെ ഉണർത്തിത്തരാം. ഇതൊന്നും ഇങ്ങനത്തെ ഫാൾസ് ഹോപ്പിൽ തെറ്റായിട്ടുള്ള മാർഗത്തിലോട്ട് നമ്മൾ പെട്ടുപോകരുത്, പോയി വിഴുന്നു പോകരുത്. ഇങ്ങനത്തെ വലകളിൽ പോയി നമ്മൾ അകപ്പെട്ടു പോകരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ആസ്ട്രൽ ട്രാവൽ, 3-ാം കണ്ണ് നെറ്റിക്കണ്ണ് തുറക്കുന്നത്, അല്ലെങ്കിൽ കുണ്ടലിനി ആക്ടിവേറ്റ് ആവുന്നത്, ഇതൊക്കെ സ്വയമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. 10 ദിവസം എൻ്റെ കൂടെ നിന്നാൽ മതി, എല്ലാ ടെക്നിക്സും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുതുകിൻ്റെ പുറയിൽ ഇങ്ങനെ എറുമ്പ് ഊരുന്ന പോലെ കുണ്ടലിനി ഇങ്ങനെ എണീക്കുന്നത് നിങ്ങൾക്ക് കാണാം. സത്യത്തിലും കുണ്ടലിനി അവേക്കൻ ആയ ചില ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിൽ അപ്പം നിങ്ങൾ സ്ഥലം വിടണമെന്ന്. അതാണ് ശരി. എന്താണെന്ന് വെച്ചാൽ വേറൊരാളിനെ കൊണ്ട് നമ്മളുടെ കുണ്ടലിനിയെ ഒന്നും തട്ടി ഉണർത്താനൊന്നും ഒക്കത്തില്ല. ഇതിനെല്ലാം നമ്മൾ സ്വയം ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ ശ്രമിക്കണം. ഓരോരുത്തരും അവർ സാധന ചെയ്ത്, ഇപ്പം ഞാൻ എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സ്വാമി മുക്താനന്ദയ്ക്ക് എങ്ങനെ ആ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആയെന്നുള്ളത്. എത്രയോ വീഡിയോസിൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് മൊത്തം ഞാൻ റിവ്യൂ ചെയ്തു. അത്രയും വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയവർ ഇതുപോലത്തെ കള്ളത്തനമായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ പോയി വീഴരുത്. അതാണ് ഇവിടെ ഡോക്ടറും പറയുന്നത്. അപ്പം ആരായിരിക്കണം, ഹൂ ഈസ് യുവർ ഗുരു എന്ന് പറഞ്ഞാൽ, അതായത് നിനക്ക് ഒരു വഴികാട്ടി മാത്രമാണ്. ഞാൻ നിന്നെ എത്രയോ ടെക്നിക്സ് ഉണ്ട്, എത്രയോ സ്കിൽസ് ഉണ്ട്. നാഡിശുദ്ധിയുണ്ട്, പ്രാണായാമമുണ്ട്, യോഗാസനാസ് ഉണ്ട്, എത്രയോ മെത്തേഡ്സ് ഉണ്ട്. കോടിക്കണക്കാന മെത്തേഡ്സ് ഈ ലോകത്തുണ്ട്. ഇതിന് ആത്മീയതയിൽ നമുക്ക് മുക്തി നേടാനുള്ള വഴികളായിട്ട്. പക്ഷേ എല്ലാം ഒരാൾ പഠിക്കണമെന്നോ എല്ലാം ഒരാൾ അഭ്യസിക്കണമെന്നോ ഒന്നും ആരെക്കൊണ്ടും പറയാനൊക്കത്തില്ല. അപ്പം കുറച്ച് ടെക്നിക്സ് ജെന്യുവിനായിട്ടുള്ള നല്ല ഒരു ഗുരു, അതായത് ആ ഗുരുവിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. ഒന്നീ ബുക്കിൽ നിന്ന് വായിച്ചിരിക്കണം, ഒരുപാട് പ്രാക്ടിക്കൽ നോളേജ് വേണം, അതിനെക്കുറിച്ചുള്ള നല്ല ഗ്രാഹ്യം വേണം. അങ്ങനെയുള്ള ഒരു ഗുരു പറയുമ്പം നമുക്ക് അവരുടെ അടുത്തുനിന്ന് അത് പഠിച്ചെടുക്കാം. പക്ഷേ എന്തോ തന്നെ ഒരു ഗുരു പറഞ്ഞു തന്നാലും നമ്മൾ സ്വയം അത് പ്രാക്ടീസ് ചെയ്യുമ്പം മാത്രമേ നമുക്ക് ഇത്തിരി പോലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ആത്മീയതയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത് മറ്റവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സംഗതി അല്ല. അപ്പം ഹൂ ഈസ് യുവർ ടീച്ചർ, ഹൂ ഈസ് യുവർ ഗുരു? ഒരു മാർഗദർശനം തരുന്ന ഒരാളാണ്, ഒരു വഴികാട്ടിയാണ് നമുക്ക് ഒരു ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാൾ. അതിനു വേണ്ടി നിൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്താനോ 3rd ഐ ആക്ടിവേഷൻ ചെയ്തു തരാനോ അല്ലാതെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യാമെന്നോ അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം വെറും കള്ളത്തനമാണ്. അപ്പം നമുക്കതിനെ തിരിച്ചറിയാൻ ഉള്ള ബുദ്ധി വേണം, ആദ്യത്തെ കാര്യം. ഓക്കെ. അപ്പം ഇവിടെ ഡോക്ടർ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഇതണ്ട ജീസസ് ക്രൈസ്റ്റ് ഇതാണ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് തന്നെയാണ് ഇദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് the kingdom of heaven really exists within us. The kingdom of heaven, ഈ ഹെവൻ അതായത് ഹെവനും ഹെല്ലും, അതായത് സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് അതെല്ലാം അവനവൻ്റെ മനസ്സിലാണ്. ഓക്കെ. the kingdom of heaven really exists within us. all joy and happiness come from within ourselves. അപ്പം ഈ സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷം, സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ,
ഇതൊക്കെ വന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടിയ ഒരു ഇമോഷനാണ്, ഒരു ഫീലിംഗ് ആണ്. അല്ലാതെ വെളിയിൽ നിന്ന് ഒരാളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ അതുകൊണ്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നിരന്തരമായിട്ടുള്ള പെർമനൻ്റായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അല്ല. ഇപ്പം ഓഫീസ് വിട്ട് വരുന്നു, ഇന്ന് ഹസ്ബൻഡ് സ്വീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു, എനിക്ക് സ്വീറ്റ് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഓക്കെ ഇന്ന് എല്ലാ സ്വീറ്റും കഴിച്ച് വളരെ ഹാപ്പിയാണ്. അടുത്ത ദിവസം കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നു ഹസ്ബൻഡ്, എനിക്ക് പൂ വയ്ക്കുന്ന പൂ ചൂടുന്നതൊക്കെ മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഹാപ്പിയാണ്. 2 ദിവസം കൊണ്ട് എന്നെ പിടിച്ചാൽ പിടി കിട്ടത്തില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. 3-ാമത്തെ ദിവസം ഹസ്ബൻഡ് ലേറ്റായിട്ട് വരും, ഭയങ്കര ദേഷ്യത്തിലായിരിക്കും വരുന്നത്. നമ്മളിങ്ങനെ കാത്തിരിക്കും നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി. ഹസ്ബൻഡ് ഇന്ന് പൂ കൊണ്ടുവരും, അല്ലെങ്കിൽ സാരി വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ലഡു കൊണ്ടുവരും. ഒന്നുമില്ല, ഇതാ എല്ലാം താഴോട്ട് പോയി. ഏതാ ഹാപ്പിനെസ്? അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത്, എക്സ്റ്റേണലായിട്ട് പുറമേ ഉള്ള സംഗതികളെ വെച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ അത് നിരന്തരമല്ല. ഒരു ദിവസം ഹാപ്പി ആയിരിക്കാം, 2 ദിവസം ഹാപ്പി ആയിരിക്കാം, 1 മാസം ഹാപ്പി ആയിരിക്കാം. പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട്, അതായത് ഹാപ്പിനെസ് എന്നും കൂടെ അല്ല, പീസ് ഓഫ് മൈൻഡ്, ഒരു സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടിയ ഒരു സംഗതിയാണ്. അപ്പം ആര് അതിനൊരു വഴി കാണിക്കുന്നോ അവരാണ് ശരിക്കും പറഞ്ഞ ഒരു ഗുരു. അല്ലാതെ വേറെ ആരെയും കാണുന്നവരെയെല്ലാം നിങ്ങൾ ഗുരു എന്ന് വിചാരിക്കരുത് എന്നാണ് പറയുന്നത് ഡോക്ടർ. അത് സത്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 100% യോജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും എൻ്റെതായ ചില അഭിപ്രായങ്ങളും ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറയുന്നത്. ഇതിൽ ഡോക്ടർക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഡോക്ടർ ഇപ്പോഴൊക്കെ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. മറ്റവരെ ഹിപ്നോസിസ് ചെയ്ത് അവരുടെ പാസ്റ്റ് ലൈഫിലൊക്കെ പോയി അവർ ഹീലാവുന്ന കണ്ട് ഡോക്ടർ ഒരുപാട് മാറി. അപ്പോൾ ഇപ്പം എപ്പോഴും മെഡിറ്റേഷനൊക്കെ ചെയ്യും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ. അതിൽ ഇപ്പം ഡോക്ടർ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ലേഡി ഡോക്ടർക്ക് അടിക്കടി വരും. അവർ പറയുന്നത് എനിക്ക് ഹിപ്നോസിസ് ചെയ്യണം, എനിക്ക് എൻ്റെ പഴയ കാലത്തിലോട്ട് പോകണം, എനിക്കതിനെക്കുറിച്ച് അറിയണം, എനിക്ക് ചെയ്യണം, എനിക്ക് ഹിപ്നോസിസ് ചെയ്തു തരണമെന്ന് എപ്പോഴും അടിക്കടി വന്ന് ഡോക്ടർക്ക് ചോദിക്കും. പക്ഷേ ഡോക്ടർ ചെയ്യും, ഹിപ്നോസിസ് ചെയ്യും, എത്രയോ ആൾക്കാർക്ക് ചെയ്യുന്നു, അപ്പോൾ ഇവർക്കും ചെയ്യും. പക്ഷേ ഇവരുണ്ടല്ലോ, ഇവർ ഒരുപാട് ബുക്സ് വായിച്ചവരാണ്. ആത്മീയതയിൽ ഒരുപാട് ഞാൻ വലിയ ആളാണ്, അതിൽ മുങ്ങിക്കുളിച്ച ആളാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അപ്പം ഈ ഹിപ്നോസിസിന് വേണ്ടി അവരെ കിടത്തി ഹിപ്നോതെറപ്പി തുടങ്ങുമ്പം തന്നെ ഇവർക്ക് ആഴത്തിൽ അവരുടെ ഉപബോധ മനസ്സിനകത്ത് പോകാൻ പറ്റുന്നില്ല. ഉടനെ എണ്ണിക്കും, ഉടനെ ചാടി എണ്ണിക്കും, ഉടനെ ഉണരും, കണ്ണ് തുറക്കും. പിന്നെ ഒരു ഹിപ്നോസിസും അന്ന് നടക്കത്തില്ല, പിന്നെ അടുത്ത ദിവസം. അങ്ങനെ പലവട്ടം ചെയ്തിട്ടും ഇവർക്ക് അവരുടെ ഉപബോധ മനസ്സിനകത്ത് തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പം അവർ പിന്നെയും ഡോക്ടർക്ക് ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഡോക്ടർ ഒരു ദിവസം അദ്ദേഹം ക്ലിനിക്കെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടിയപ്പം ഇങ്ങനെ കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യും. ആ മെഡിറ്റേഷനിൽ ഡോക്ടർക്ക് മാസ്റ്റേഴ്സ് ചില സന്ദേശങ്ങൾ തന്നു. അതാണല്ലോ മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു എക്സാമ്പിളാണ്, അതിൻ്റെ ഒരു ഉദാഹരണം. അതായത് ഇവർ കുറേയൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, ഞാൻ ഇന്ത്യ പോകാൻ പോവുക, ഇന്ത്യയിൽ സായിബാബാവിനെ ഞാൻ ഫോളോ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുക എല്ലാവരുടെ അടുത്തും. അപ്പം ഈ നമ്മുടെ ഡോക്ടർ വെയ്സ് ഈ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഇങ്ങനെ പാസ്റ്റ് ലൈഫിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് മെഡിറ്റേഷനിലിരുന്നപ്പം ഒരു സന്ദേശം കിട്ടി. ഒരു മാസ്റ്റർ, ഒരു വോയിസ് ഡോക്ടർ വെയ്സിൻ്റെ ഇതിൽ പറയുക, അവർ ടാസ്ക് ഈസ് നോട്ട് ടു ഫോളോ സായിബാബ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സായിബാബാവിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ദ മെസ്സേജ് ബിഗാൻ, അങ്ങനെയാണ് സന്ദേശം കിട്ടുന്നത്. ബട്ട് ടു ബി സായിബാബ.
ബട്ട് ടു ബി സായിബാബ എന്ന് പറഞ്ഞാൽ അതായത് നീ സായിബാബ പറഞ്ഞതിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. സായിബാബ ഏത് രീതിയിൽ ജീവിച്ച് നിനക്ക് കാണിച്ചിട്ടുണ്ടോ അതുപോലെ നീയും ജീവിക്കണം എന്നാണ് ആ മെസ്സേജിൽ പറയുന്നത്. അപ്പം സായിബാബ എന്ന് പറയുന്നത് സായിറാമിനെ കുറിച്ചായിരിക്കാം. അതായത് ഏത് മഹാനെ എടുത്തോണം, മഹാവതാർ ബാബാജി ആട്ടെ, നമ്മുടെ നമ്മുടെ നിത്യാനന്ദ ആണെങ്കിൽ, അല്ലെങ്കിൽ നിത്യാനന്ദയുടെ ശിഷ്യന്മാർ, അവരെല്ലാം എത്രയോ പേര് ഉടനെ അവർക്ക് മുക്തി കിട്ടി. മുക്താനന്ദ, സ്വാമി മുക്താനന്ദ, ഗുരുദേവ് നിത്യാനന്ദ, ജീസസ് ക്രൈസ്റ്റ്, ഒരുപാട് മഹാന്കളുണ്ട്. അപ്പം അവരെല്ലാം നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അവർ കാണിച്ച വഴി കൂടെ നമ്മൾ പോകുക, അവരുടെ കൂട്ട് നമ്മൾ ജീവിക്കുക. അല്ലാതെ അവരെ ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നീ സത്യത്തിലും ഒരു മഹാനെ, ഇപ്പം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ജീസസ് ക്രൈസ്റ്റ് ഏത് രീതിയിൽ ജീവിച്ച് നമുക്ക് മാതൃകയായിരുന്നോ ആ രീതിയിൽ നമ്മൾ ജീവിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം കിട്ടി ഡോക്ടർക്ക്. അതുമാത്രമല്ല പറയുന്നത്, അതായത് സായിബാബ എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ മറ്റവരെല്ലാം വഴി നടത്തിക്കൊണ്ടുപോയി. അതുപോലെ എവരും ഹെർ ടാസ്ക് ഇൻ ദിസ് ലൈഫ് ഈസ് ടു മാനിഫെസ്റ്റ് ലവിങ് സർവീസ്. അപ്പം അതുപോലെ സായിബാബ എന്തൊക്കെ സർവീസ് നടത്തിയോ അതുപോലെ എവരുടെ ജീവിതത്തിലും ലവിങ് സർവീസ് നടത്തണം. മറ്റവർക്ക് വേണ്ടി സർവീസ് ചെയ്യാനുള്ള മനോഭാവം ഇവർക്ക് വേണം. അതുമാത്രമല്ല, ഇവർ പഴയ ജന്മങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, ആശ്രമങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് മെഡിറ്റേഷനും ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ ദ കറൻറ്റ് ലൈഫ് ഷീ നീഡഡ് ടു ലിവ് ഇൻ ദ റിയൽ വേൾഡ് അമംഗ് റിയൽ പീപ്പിൾ വിത്ത് റിയൽ പ്രോബ്ലംസ്. എല്ലാം റിയൽ, അതായത് സത്യസന്ധമായിട്ടുള്ള ഈ ഭൂമിയിൽ ഈ ജന്മത്ത് ഈ പ്രോബ്ലങ്ങൾ നിറഞ്ഞ ആളുകളുടെ ഇടയിൽ ഇവർ ജീവിക്കണം. എന്തുവാ ജീവിതം എന്നുള്ളത് ഇവർ സത്യമായിട്ടും മനസ്സിലാക്കണം. ഇതിൻ്റെ മുൻജന്മങ്ങളിലെല്ലാം അവർ ഒറ്റയ്ക്ക് താമസിച്ചു. നമ്മുടെ സ്വാമി ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഹിമാലയാസിൽ പോയി തപസ്സിരുന്ന് നല്ല ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമേ അല്ല. ഹിമാലയാസിൽ നിങ്ങൾ അവിടെ പോയാലേ മതി, അവിടുത്തെ അന്തരീക്ഷം നിങ്ങളെ മെഡിറ്റേറ്റീവ് ആക്കും. അതേ സമയത്ത് ഒരു ഗൃഹസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഈ വീട്ടിൽ ഈ നമ്മളുടെ ചുറ്റിലുമുള്ള റിലേറ്റീവ്സിനെയും പ്രോബ്ലംസിൻ്റെയും ഇടയ്ക്ക് നമുക്കൊരു 10 നിമിഷം ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയാൽ, അതാണ് അസലായിട്ടുമുള്ള സത്യത്തിലുമുള്ള ഒരു സാധനം. അത് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നീ ഹിമാലയാസിൽ പോയി സമാധാനം തേടിപ്പോയി അവിടെ പോയി മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ലെന്ന്. നിനക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇവിടെ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പം ഒരുപാട് മഹാന്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എത്ര സർവീസ് ചെയ്തു അതുപോലെ നമ്മളും മറ്റവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നതിലാണ്. ഷീ നീഡഡ് ടു എക്സ്പ്രസ് ഹർ ലവ് ആൻഡ് കമ്പാഷൻ ഇൻ എ പബ്ലിക് വേ. പബ്ലിക്കായിട്ട്, അതായത് പബ്ലിക്കായിട്ട് ലവ് ആൻഡ് കമ്പാഷൻ എങ്ങനെ കാണിക്കും? ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നോക്കുമോ ഓരോരുടെ അടുത്തും? അതല്ല. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചവരെ അതിൽ സൊസൈറ്റിയുടെ ആവശ്യം എന്തുവാ, എന്തൊക്കെ ചെയ്താൽ അതിനുള്ള ആ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് നന്മകൾ കിട്ടും. ഒരു 10-30 പേരെ വിളിച്ച് അഡൽട്ട് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കാം, അതായത് എഴുതാനും പഠിക്കാനും പറഞ്ഞു കൊടുക്കാം.
എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഈ ജന്മത്ത് അവർക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ സോൾ പ്ലാനിങ്ങിൽ അതായിരിക്കാം. പക്ഷേ അത് അവർ മറന്നുപോയി. അത് മറന്നിട്ട് അവർ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ പോന്നു, ഇന്ത്യ പോന്നു, അവിടെ പോന്നു, ഇവിടെ പോന്നു, അവരെ ഫോളോ ചെയ്യാൻ പോന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള സന്ദേശം ഡോക്ടർ വെയ്സിന് ഒരു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ വെയ്സിൻ്റെ മെഡിറ്റേഷനിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് ഇത്. അപ്പം ഇതേണ്ട ഓൾസോ ആൻഡ് സോ എ ബ്ലോക്ക് ഹാഡ് ബീൻ പ്ലേസ്ഡ് ഓൺ ഹർ മെഡിറ്റേഷൻ. ഇപ്പോൾ അവരെ കൊണ്ട് മെഡിറ്റേഷനെ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ജന്മത്ത് പല മുൻജന്മങ്ങളിൽ അവർ ഒറ്റയ്ക്ക് താമസിച്ച് അവർ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തു. ഓക്കെ, ഇപ്പം അവർക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ജന്മം അവരെടുത്ത് ഈ ഭൂമിക്ക് വന്നത് വേറെ പല പാഠങ്ങൾ പഠിക്കാനാണ്, വേറെ രീതിയിൽ ആളുകൾക്ക് സർവീസ് ചെയ്യാനാണ് അവർ സോൾ പ്ലാനിങ്ങിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ അത് അവർ വിട്ടുപോയി. അതുകൊണ്ട് അവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ പോലും ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പം എപ്പോൾ ഇവർ ഈ സർവീസ് ചെയ്യുന്നോ അപ്പോഴായിരിക്കും ഈ ബ്ലോക്ക് മാറുന്നത് എന്നാണ് ഡോക്ടർ വെയ്സിന് മാസ്റ്റേഴ്സ് കൊടുത്ത സന്ദേശം. ഇപ്പം അവർ അടുത്ത പ്രാവശ്യം അവർ വന്നപ്പോൾ അവരെടുത്ത് പറഞ്ഞു. അങ്ങനെ അവരും ആ വഴി കൂടെ പോകാൻ തുടങ്ങി. പിന്നെ എല്ലാം നന്നായി കാണും. അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം ബിക്കം മോർ സ്പിരിച്വൽ. ഇനിയൊരു കാര്യമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ സ്പിരിച്വാലിറ്റിക്കും ഭക്തിക്കും അമ്പലത്തിൽ പോകുന്നതിനുമൊക്കെ വ്യത്യാസമുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഖുറാൻ വായിക്കും, ഞാൻ ഭഗവത്ഗീത വായിക്കും. അത് റിലിജൻ, അത് മതം. നമ്മൾ ഏത് മതത്തിനെ ഫോളോ ചെയ്യുന്നോ, ഏത് ഫാമിലിയിൽ നമ്മൾ ജനിച്ചോ ആ മതത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് റിലിജൻ, അത് മതം. അതേസമയത്ത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ വേറെ എന്ന് വെച്ചാൽ എന്തുവാ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. നമ്മുടെ ആത്മാവിനെ അറിയാൻ ഉള്ളിലോട്ട് ചെയ്യുന്ന ഒരു യാത്രയാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനെ നമ്മൾ ഉണരണം. ഓക്കെ, യു ഫീൽ ദ പവർ ഓഫ് യുവർ സോൾ. ആ സോളിൻ്റെ പവർ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പവറാണ്. അപ്പം അത്രയും പവർ നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ ആരും നെഞ്ച് കീറി വെട്ടിപ്പൊളന്ന് കാണിക്കാനൊക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഉണരണം, നമ്മൾക്ക് അറിയണം. അതാണ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, വേണ്ട ബിക്കം മോർ സ്പിരിച്വൽ. സ്പെൻഡ് മോർ ടൈം പ്രേയിങ്, ഗിവിങ്, ഹെൽപ്പിംഗ് അതേഴ്സ്, ലവിങ്, വോളണ്ടിയർ ആൻഡ് എക്സ്പ്രസ് ജനറോസിറ്റി ആൻഡ് ലവ്. അപ്പം നല്ല ഗുണങ്ങളെയെല്ലാം നമ്മൾ വളർത്തുക, മറ്റവർക്കെല്ലാം സർവീസ് ചെയ്യുക. ഇതിൽ വേണം നമ്മൾ സന്തോഷം സംതൃപ്തിയും കണ്ടെത്താൻ. ഓക്കെ, അപ്പം ഇതിനൊക്കെ അപ്പോൾ നമ്മളുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ, ഒരു ഉൾവിളി ഉണ്ടല്ലോ, അത് നമ്മൾക്ക് കാണിച്ചു തരും. ഇതാണ് നിൻ്റെ ഗുരു, ഈ ഗുരുവിനെ ഫോളോ ചെയ്താൽ നീ സാധന ചെയ്ത് നീ മുന്നോട്ട് പോയാൽ നിനക്ക് നല്ലത് എന്നൊക്കെ നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവർ പറഞ്ഞു തരും. അപ്പം എന്താ പറയുന്നത്, യു ആർ ഇമ്മോർട്ടൽ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മളുടെ ആത്മാവിന് മരണമില്ല, അല്ലേ? യു ആർ ഇമ്മോർട്ടൽ. യു ആർ ഹിയർ ടു ലേൺ, ടു ഗ്രോ വൈസ്, ടു ബിക്കം ഗോഡ് ലൈക്ക്. അതായത് ഈ ജന്മം നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വേറെ ചില പാഠങ്ങൾ പഠിക്കാനും, അതുകൊണ്ട് നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കാനും, അതുകൊണ്ട് ഗോഡ് ലൈക്ക് ആവാനും. ഗോഡ് ലൈക്ക് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ദൈവമല്ല, ദൈവത്തിൻ്റെ കൂട്ട്, ദൈവത്തിൻ്റെ ലെവലിന് നമ്മളെ ഉയർത്തണം.
അതാണ് നമ്മൾ ചെയ്യേണ്ടിയ കാര്യം. ഓക്കെ, വാട്ട് യു ലേൺ ഹിയർ യു ടേക്ക് വിത്ത് യു വെൻ യു ഡൈ. അതായത് ഇവിടെ വാട്ട് യു ലേൺ, അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ, നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാസ്, പാവപുണ്യങ്ങൾ, അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. വേറെ ഒന്നും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. യു കനോട്ട് ടേക്ക് എനിത്തിങ് എൽസ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് വിതിൻ. ഓക്കെ, സോ അപ്പം ഉള്ളിലോട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം ചുമ്മാതെ ഇങ്ങനെ കണ്ടമാനം ഗുരുക്കളുടെയൊക്കെ പുറയിൽ പോകുന്നതിനെക്കാട്ടിലും ഏതോ ഒന്ന് നമ്മുടെ ഉൾമനസ്സ് പറയും, ഈ ഗുരുവിനെ നീ ഫോളോ ചെയ്യേ, ഈ ഗുരു ഓക്കെ, ആ ഗുരു ഓക്കെ. അപ്പം നമ്മുടെ മനസ്സിന് ഇണങ്ങിയതായിട്ടുള്ള 1-2 ഗുരുക്കന്മാരെ കണ്ടെത്തി അവർ പറയുന്ന പാതയിൽ കൂടെ നമ്മളും കൂടെ യാത്ര ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ നന്മകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൈക്കിക്സ് ആൻഡ് മീഡിയംസ്. ഈ സൈക്കിക്സ് ആൻഡ് മീഡിയംസ് വെച്ചാൽ ഒരു സ്പിരിച്വലായിട്ട് ഒരു ഹയർ ലെവലിലുള്ളവർ, അത് അവർക്കാണ് സൈക്കിക് എബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്. സൈക്കിക് എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 5 സെൻസസ് കൊണ്ട് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് തേർഡ് ഐ ആക്ടിവേഷൻ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയതറിയാം, പാസ്റ്റ് ലൈഫ് അറിയാം, പ്രസൻറ്റ് ലൈഫ് അറിയാം, ഫ്യൂച്ചർ ലൈഫും അറിയാൻ പറ്റും. അതാണ് മുക്കാലവും ഉണർന്ന ഒരു ജ്ഞാനി, ഒരു മഹാൻ എന്ന് പറയുന്നത്. അപ്പം അവർക്കൊക്കെയാണ് ഈ സൈക്കിക് പവേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പം അവർ വിചാരിച്ചാൽ 5D വേൾഡിൽ 6D വേൾഡിൽ ഇരുന്നുകൊണ്ട് ഈ 3D വേൾഡിലുള്ള നമ്മളുടെ കൂടെ അവർക്ക് സംസാരിക്കാൻ പറ്റും, നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രൂപത്തിൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ വരാൻ പറ്റും. അല്ല, അരൂപമായിട്ട് വേണമെങ്കിലും അവർക്ക് നമ്മളുടെ കൂടെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും പവറുള്ള ആൾക്കാരെയാണ് സൈക്കിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ, ഇപ്പം മഹാവതാർ ബാബാജി ശരിക്കും നമ്മൾ ക്രിയായോഗ നല്ല രീതിയിൽ ചെയ്താൽ മഹാവതാർ ബാബാജി ഇന്നും നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്നിരിക്കും. നമ്മൾ എവിടെ ക്രിയായോഗ ഇരുന്ന് ചെയ്യുന്നോ ആ പരിസരത്ത് മഹാവതാർ ബാബാജിയുടെ പ്രസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അതിനെ ആ പ്രസൻസിനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ഈ സൈക്കിക് എബിലിറ്റീസ് സ്പിരിച്വലായിട്ട് ഹയർ ലെവലിലുള്ളവരെ കുറിച്ചാണ് ഇതിനകത്ത് അങ്ങനെ പറയുന്നത്. വെൻ യു മീറ്റ് എ സിയർ ഓർ വെൻ യു മീറ്റ് എ വൈസ് ടീച്ചർ ഹൂസ് മോട്ടീവ് ഈസ് ടു ഹെൽപ്പ് അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്കറിയാവുന്നതിനെ മറ്റവർക്ക് പകർന്നു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കുന്നത്. ടു ഹീൽ അതർ പീപ്പിൾസ് ഹാർട്ട്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഏത് ചുറ്റിയിൽ നോക്കിയാലും ഹീലിംഗ് ആണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പം ടു ഹീൽ അതർ പീപ്പിൾസ് ഹാർട്ട്സ് ആൻഡ് ടു അസിസ്റ്റ് ദം ഓൺ ദെയർ സ്പിരിച്വൽ പാത്ത്. നമ്മൾ സ്പിരിച്വൽ പാത്തിൽ അവരെ കൊണ്ടുപോകാനേ ഒക്കത്തുള്ളൂ, സഹായിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള ഒരാളിനെ വേണം നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. The medium may receive messages from the other side in the form of symbols, metaphors, visions. പല രീതിയിലും മാസ്റ്റേഴ്സ് ഈ മീഡിയമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഗിഫ്റ്റഡ് സൈക്കിക്സ് ആൻഡ് മീഡിയംസ് ക്യാൻ ഹെൽപ്പ് us enormously. നല്ല ഉദ്ദേശമുള്ള സൈക്കിക്സും മീഡിയംസും ഉണ്ട്, ദുരുദ്ദേശമുള്ള മീഡിയംസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെയധികം നല്ല രീതിയിൽ അതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിലൊക്കെ ഇടപെടാനേ. അപ്പം നിങ്ങളുടെ ഗുരുവിനെ നിങ്ങൾ സെലക്ട് ചെയ്താലും
ഈ സ്പിരിറ്റ്, മീഡിയം, സൈക്കിക്സ് ഇവരുടെ കൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മൾ എക്സ്ട്രാ കെയർഫുള്ളായിട്ടിരിക്കണം. അതായത് എങ്ങനെ നമുക്ക് ആര് നല്ലത്, ആര് ചീത്ത, ആര് കള്ളത്തനം, ആര് സത്യസന്ധമായിട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു വിളിയുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരും. വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട് ചാനൽസ്. ചിലതെല്ലാം കേൾക്കുമ്പം യോഗാനന്ദ പരമഹംസയുടെ ബുക്കിനെ കുറിച്ചൊക്കെ അവരിപ്പം പറയുന്നുണ്ട്. അപ്പം ചില വീഡിയോസ് കേൾക്കുമ്പം ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് തോന്നും. ചില വീഡിയോസ് കേൾക്കുമ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് അപ്പോഴേ അങ്ങ് നിർത്തണം. അപ്പോൾ ഏത് നമുക്ക് യോജിച്ച രീതിയിൽ പോകുന്നോ അവരെ 1-2 പേരെ മാത്രം നമ്മൾ ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ച് അവർ കാണിക്കുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ജെന്യുവിനായിട്ട് സത്യസന്ധമായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആത്മീയതയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. നന്ദി, നമസ്കാരം.